ലഡാക്ക് സംഘർഷത്തിൽ സോനം വാങ്ചുക്കിന്റെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി നൽകി ഭാര്യ ഗീതാഞ്ജലി ആങ്മോ. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ സോനത്തെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ലഡാക്ക് സംഘർഷത്തെ തുടർന്ന് സാമൂഹിക പ്രവർത്തകനും മാനുഷിക പ്രവർത്തകനുമായിട്ടുള്ള സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറയുന്നത്. എന്താണ് ഇതിൽ ഈ ഒരു നിലപാട് അറസ്റ്റുമായി ബന്ധപ്പെട്ട്? അതുപോലെ തന്നെ ഹർജിയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്? അതുല്യ, ലഡാക്ക് ഭരണകൂടം ഈ ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ സുപ്രീം കോടതിയെ വാങ്ചുക്കിന്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ലഡാക്കിലെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് വാങ്ചുക്ക് എന്നാണ് ലഡാക്ക് സർക്കാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നായിരുന്നു പിന്നീട് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരമായിരുന്നു വാങ്ചുക്കിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ജോധ്പൂർ സെൻട്രൽ ജയിലിലാണ് വാങ്ചുക്ക് ഉള്ളത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു, ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ഹർജിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ ഭർത്താവിന് നേരത്തെ തന്നെ ഈ സർക്കാരിനെതിരെ വാങ്ചുക്കിനെ തടങ്കലിലാക്കിയതിനെതിരെ എല്ലാം തന്നെ ഈ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഈ ഗീതാഞ്ജലി ആങ്മോ രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ കാരണത്താൽ സോനത്തെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നുവെന്നാണ് ഈ ഹർജിയിൽ പറയുന്ന, സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ CBI മുതൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്തു, തങ്ങൾ വേണ്ട രേഖകളടക്കം ഹാജരാക്കി. എന്നിരുന്നാൽ പോലും രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് ഈ വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഈ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ സോനത്തെ മനഃപൂർവ്വം അപായപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത്, പോലീസ് ശ്രമിക്കുന്നതെന്നാണ് ഈ ഹർജിയിൽ പറയുന്ന, സോനത്തിന്റെ ഭാര്യ ഹർജിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഈ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയെല്ലാം തന്നെ ഇയാളുടെ ഭാര്യ രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അടക്കം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ സോനം വാങ്ചുക്കിന് പാകിസ്ഥാനിൽ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അടക്കം നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായും പോലീസ് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സോനം വാങ്ചുക്ക് പാകിസ്ഥാനിൽ പോയി അവിടെയുള്ള ആളുകളടക്കം കണ്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിലടക്കം ഒരു അന്വേഷണം നടന്നു വരികയായിരുന്നു. ഈ കാര്യത്തിലും സോനത്തിന്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി ആങ്മോ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത്, സോനം പാകിസ്ഥാനിൽ ഒരു സമ്മേളനത്തിലാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ എന്താണ് രാജ്യദ്രോഹ കുറ്റം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലും ഈ ഐക്യദാർഢ്യ സഭയിലും ഡോൺ മീഡിയയിലും കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് അടക്കം തന്നെ സംസാരിച്ചിരുന്നു. ഈ ഒരു സമ്മേളനത്തിലടക്കം തന്നെ നരേന്ദ്രമോദിയെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും നരേന്ദ്രമോദിയുടെ മിഷൻ ലൈഫ് വേദിയിൽ സോനം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ എന്താണ് തെറ്റ് നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അത്തരത്തിൽ കൂടാതെ ലഡാക്കിൽ നിന്നും ഒരു പാകിസ്ഥാൻ ഭീകരവാദിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റിന് പിന്നാലെ തന്നെ ഈ വാങ്ചുക്കിലേക്ക് അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് നോക്കുകയാണെങ്കിൽ വാങ്ചുക്ക് ഈ പാകിസ്ഥാനിലും മറ്റും പോയിട്ടുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്നും ഒരു ഭീകരവാദിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടും വാങ്ചുക്കിനെതിരെ അന്വേഷണം പോലീസ് നടത്തി വരികയായിരുന്നു. ഈ കാര്യത്തിലടക്കം തന്നെ ഗീതാഞ്ജലി ആങ്മോ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു പാകിസ്ഥാൻ പൗരനെ ലഡാക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആഭ്യന്തരം, അല്ലെങ്കിൽ എന്താണ് ആഭ്യന്തരം ചെയ്യുന്നത്, ദേശീയ സുരക്ഷയല്ലേ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ സുരക്ഷ നടക്കുന്നില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ
ലഡാക്കിൽ ഒരു പാകിസ്ഥാനെ കണ്ടതായി പോലീസ് പറയുമ്പോൾ എനിക്കുള്ള ചോദ്യം, അല്ലെങ്കിൽ താൻ ഇതാണ് മറുചോദ്യമായി ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സുരക്ഷാ ലംഘനം അനുവദിച്ചത് എന്ന കാര്യവും ഗീതാഞ്ജലി ആക്മോ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സോനം വാങ്ചുക്ക് ജോധ്പൂർ സെൻട്രൽ ജയിലിലാണ് കഴിയുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാങ്ചുക്കിന്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി ആക്മോ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതുല്യ. ശരി വിനയ, ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ നിയമപ്രകാരം സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അതുപോലെ തന്നെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിയിൽ ഉണ്ടായ വീഴ്ചകൾ ചോദ്യം ചെയ്തുമാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.